ഹായ് ഹലോ. അഗ്നിപരീക്ഷയുടെ പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം. നമ്മളിന്ന് എപ്പിസോഡ് നമ്പർ 6ൻ്റെ റിവ്യൂ ആണ് ചെയ്യുന്നത് കേട്ടോ. എപ്പിസോഡ് നമ്പർ 6 സ്റ്റാർട്ട് ചെയ്യുന്നത് 28 കണ്ടസ്റ്റൻസിനാണ്. സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ ഒരു ടാസ്കിനെ കുറിച്ചാണ് പറയുന്നത്. അതായത് മാസ്ക് ടാസ്ക്. ആരൊക്കെയാണ് മാസ്ക് ഓഫ് ചെയ്ത് ടാസ്ക് ചെയ്യുന്നത്, അവർക്ക് ഈ ജഡ്ജസിൻ്റെയും ഹോസ്റ്റിൻ്റെയും ഫേസ് ഉള്ള ഒരു ടാസ്ക് മാസ്ക് കൊടുക്കുന്നു. എന്നിട്ട് ഓരോരുത്തരായിട്ട് പേര് വിളിക്കും. അത് റാൻഡമായിട്ട് ചൂസ് ചെയ്ത് ഓരോരുത്തർ പേര് വിളിക്കും. അവർ വന്നിട്ട് അവിടെ കൊടുക്കുന്ന ടോപ്പിക് എന്താണോ ആ ടോപ്പിക്കിനെ കുറിച്ചിട്ട് സംസാരിക്കുക. അപ്പോൾ ടോപ്പിക്ക് പറയുകയാണ്. ഇന്നത്തെ എപ്പിസോഡിൽ കാര്യമായിട്ടൊന്നുമില്ല, നമുക്ക് നോക്കാം. ഓക്കെ. ഇതിനകത്ത് ലാസ്റ്റ് എപ്പിസോഡിൽ പവർ കൊടുക്കാത്ത രണ്ട് ഇൻഫിനിറ്റി പിൻഡം കിട്ടിയ രണ്ട് പേരുണ്ടായിരുന്നല്ലോ. ഒന്ന് നമ്മുടെ രചനയും ഷിഞ്ചിത്തും. ഈ പവർ കൊടുത്തതിനകത്ത് ഓരോ ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇപ്പം ഒരാൾ ഇപ്പോൾ ഒരു ടീം ചൂസ് ചെയ്തിട്ട് ആ ടീമിൽ രഞ്ജിനയുടെ ടീം ചൂസ് ചെയ്തിട്ടുണ്ട്. രഞ്ജിനയുടെ ടീമിലുള്ള ഒരാളെ റീപ്ലേസ് ചെയ്തിട്ട് അവിടെ പോയിരിക്കാം. അതല്ലെങ്കിൽ റെനീഷയുടെ ടീമിൽ ആരെ റീപ്ലേസ് ചെയ്താൽ ആ ടീമിൽ തന്നെ ജോയിൻ ചെയ്യാം. അങ്ങനെ ഒരു പവറാണ്. അതിൽ രചന വന്നിട്ട് നമ്മുടെ റേപ്പലിനെ റീപ്ലേസ് ചെയ്തിട്ട് രഞ്ജിന ടീമിലോട്ട് ജോയിൻ ആയി. അതിനുശേഷം നമ്മുടെ ഷിഞ്ചിത്ത് വന്നിട്ട് റെനീഷ ടീമിലോട്ട് തന്നെ ജോയിൻ ആയി, ആരെ റീപ്ലേസ് ചെയ്തിട്ടില്ല. അങ്ങനെയാണ് ഇന്ന് ടാസ്ക് ആരംഭിക്കുന്നത് കേട്ടോ. ഇതിനുശേഷം നമ്മുടെ ഹോസ്റ്റ് പറയുന്നത് ഇനി LED വാളിൽ ഒരു ടോപ്പിക് കാണിക്കും. അതായത് ജഡ്ജസ് ഓരോരുത്തരെ റാൻഡമായിട്ട് ചൂസ് ചെയ്യും. അപ്പോൾ ആ ചൂസ് ചെയ്യുന്ന ആൾ മാസ്ക് ഓഫ് ചെയ്തിട്ട് സ്റ്റേജിൽ വന്നിട്ട് LED വാളിൽ കാണിക്കുന്ന ടോപ്പിക് ഉണ്ടല്ലോ, ആ ടോപ്പിനെ കുറിച്ച് സംസാരിക്കുക. ഇമോഷൻസ് ആണെങ്കിൽ ഇമോഷൻസ്, അത് എന്താണോ അവർക്ക് എക്സ്പ്രസ് ചെയ്യാൻ പറ്റുന്നത് അത് എക്സ്പ്രസ് ചെയ്തിട്ട് അവർ ബി യുവർ സെൽഫ് എന്ന് പറയുന്നത്, ട്രൂ യുവർ സെൽഫ്, അതിനെക്കുറിച്ച് സംസാരിക്കുക. എന്നിട്ട് ജഡ്ജസിനെ ഇംപ്രസ് ചെയ്യിക്കുക. അതാണ് ഇന്നത്തെ മെയിൻ ടാസ്ക്. ഈ ഒറ്റ ടാസ്ക് മാത്രമേ ഇന്നത്തെ എപ്പിസോഡുള്ളൂ കേട്ടോ. ആദ്യം വിളിച്ചത് ലൊലിറ്റിയാണ് കേട്ടോ. ലൊലിറ്റിനെ വിളിച്ചിട്ട് ടാസ്ക് കൊടുത്തിരിക്കുന്നത്, ടാസ്ക് LED വഴി കാണിച്ചിരിക്കുന്നത് മുത്തശ്ശൻ അല്ലെങ്കിൽ മുത്തശ്ശി, അതല്ലെങ്കിൽ അഥവാ ഗ്രാൻഡ് പേരൻസ്. ഇതിനെക്കുറിച്ചാണ് ലൊലിറ്റയ്ക്ക് കൊടുത്ത ടോപ്പിക്. ഇതാണ് ലൊലിറ്റ വന്നിട്ട് മുത്തശ്ശിയും ഭയങ്കര ഇഷ്ടമാണ്. മുത്തശ്ശിയും കൂടി ഇതാണ് ബിഗ് ബോസ് വരെ കണ്ടിട്ടുള്ളത്. സീസൺ 1 മുതൽ ലൊലിറ്റയ്ക്ക് 19 വയസ്സേ ഉള്ളൂ എന്ന് ഓർക്കണം. നമ്മൾ ഓർക്കേണ്ട കാര്യമാണ്. ലൊലിറ്റയ്ക്ക് 19 വയസ്സേ ഉള്ളൂ. സീസൺ 1 മുതൽ ലൊലിറ്റ ബിഗ് ബോസ് കണ്ടു തുടങ്ങിയതാണ്. മുത്തശ്ശിയുടെ കൂടി ഇരുന്നാണ് ബിഗ് ബോസ് കണ്ടു തുടങ്ങിയത്. ഓക്കെ, അക്സെപ്റ്റബിൾ. ഓക്കെ. എന്നിട്ട് മുത്തശ്ശിക്ക് ഇഷ്ടം മറ്റേ നമ്മുടെ അരിസ്റ്റോ സുരേഷില്ലേ, എപ്പിസോഡ് 1 അരിസ്റ്റോ സുരേഷിനാണ് ഏറ്റവും ഇഷ്ടം. പുള്ളിക്കാരത്തിക്ക് പേഴ്സണൽ ഫേവറേറ്റ് ഉള്ളത് പേളിമണ്ണിനാണ് ഇഷ്ടം. അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞു. ടൈം ഔട്ടായി. അടുത്ത ആളെ വിളിക്കുവാണേ. അടുത്ത വിളിച്ച ഷാമിനെ വിളിച്ചിട്ട് ഷാമിന് കൊടുത്തത് ബുള്ളിങ് അല്ലെങ്കിൽ കളിയാക്കൽ, അതിനെക്കുറിച്ച് സംസാരിക്കാൻ പറഞ്ഞേ. അപ്പോൾ ഷാം സംസാരിക്കുന്നത് ചെറുപ്പത്തിലുണ്ടായിരുന്ന ഒരു ട്രോമയെ കുറിച്ചാണ്. അതായത് പുള്ളി ഇച്ചിരി ശ്രാവണ സ്വഭാവമുള്ള ആളായിരുന്നു. അതുകൊണ്ട് ആണുങ്ങളുടെ ഇടയിൽ നിൽക്കാൻ ചെറുപ്പം മുതലേ, സ്കൂളിൽ പഠിക്കുന്ന കാലം മുതലേ സംസാരിച്ചിട്ടില്ല, അനുവദിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ പുള്ളിക്ക് അത് ഭയങ്കര മനോവിഷമം ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. വീട്ടുകാരും അങ്ങനെ പൂർണ്ണമായിട്ടുള്ളൊരു പിന്തുണയൊന്നും ഇല്ലായിരുന്നു, നാട്ടിൽ നിന്നും പിന്തുണയൊന്നും ഇല്ലായിരുന്നു. അങ്ങനെ ഓക്കെ, അതൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യങ്ങളാണ്. നമ്മളും അത് കൺവിൻസ് ആണ് പുള്ളിയുടെ. കാരണം നമ്മുടെ സമൂഹത്തിൽ അങ്ങനെ കുറേ നമ്മൾ ചെയ്യാത്ത തെറ്റുകൊണ്ടാണല്ലോ ഇപ്പോൾ ജന്മന നമുക്ക് കിട്ടുന്ന ഓരോ സംഭവങ്ങളുണ്ട്. അത് നമ്മൾ മറ്റുള്ളവരും, എൻ്റെ ഒരു അഭിപ്രായത്തിൽ വീട്ടുകാരും മറ്റുള്ളവരും അത് അക്സെപ്റ്റ് ചെയ്യണം. അല്ലെങ്കിൽ അവരെ സമൂഹത്തിൽ നിന്ന് മാറ്റി നിർത്തുകയല്ല ചെയ്യേണ്ടത്. അതൊരു തെറ്റായ പ്രവണതയാണ്. എനിവേ, അത് നമുക്ക് ഷാമിൻ്റെ സ്റ്റോറി ഇച്ചിരി ഒരു കണ്ണ് നനയ്ക്കുന്ന സ്റ്റോറി ആയിരുന്നു കേട്ടോ. അടുത്തത് ഷിബിനെയാണ് വിളിച്ചത്. ഷിബിനെ നമ്മുടെ ബ്ലാക്ക് ബ്യൂട്ടി, നമ്മുടെ റിയാസ് ഇട്ട് കൊടുത്ത പേരാണ് ബ്ലാക്ക് ബ്യൂട്ടി എന്ന് പറയുന്നത്. പുള്ളിക്കാരത്തിക്ക് ആ സെയിം ടോപ്പിക് തന്നെ കിട്ടിയത്, ബ്യൂട്ടി അല്ലെങ്കിൽ സൗന്ദര്യത്തെക്കുറിച്ച് പറയാനാണ് കിട്ടിയത്. പുള്ളിക്കാരത്തി വന്നിട്ട് പിന്നെ ഭയങ്കര തള്ളലായിരുന്നു. പുള്ളിക്കാരത്തി ചെറുപ്പം ഒരു ഡയറിയിൽ ഞാൻ എഴുതിയിട്ടുണ്ടായിരുന്നു, ഞാൻ മോഡലാകും. ഓക്കെ, പുള്ളി എഴുതി വെച്ച കാര്യങ്ങളെല്ലാം പുള്ളി അച്ചീവ് ചെയ്യുന്നത് നല്ല കാര്യം. പിന്നെ ഒരുപാട് ബ്രാൻഡിന് വേണ്ടിയിട്ട് മോഡലായിട്ടുണ്ട്. അതിനെക്കുറിച്ചൊക്കെ കുറച്ച് പറഞ്ഞു. സൗന്ദര്യം, ഞാൻ ബ്ലാക്ക് ആയിരുന്നാലും പോലും എനിക്ക് ഇത്രയും സൗന്ദര്യമാകത്തില്ല, പുറത്തല്ല അകത്താണെന്നൊക്കെ പറഞ്ഞിട്ട് കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞു. അതിനുശേഷം ഷാമോന് സമയത്തെക്കുറിച്ചാണ് ഷാമോൻ സംസാരിക്കുന്നത്. ഷാമോൻ ഒരു ആംബുലൻസ് ഡ്രൈവറാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ സമയം ഷാമോന് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. കാരണം ഒരു ആംബുലൻസ് ഡ്രൈവർ ഒരാൾ വിളിച്ചു കഴിഞ്ഞാൽ ആ സ്പോട്ടിൽ നമ്മൾ വേറെ ഒന്നും ചിന്തിക്കാതെ തന്നെ എവിടെ വിളിച്ചോ അവിടെ എത്തിച്ചേരുക എന്നുള്ളത് മാത്രമാണ് മുന്നിലുള്ള ലക്ഷ്യം എന്ന് പറയുന്നു. അപ്പോൾ പുള്ളിക്ക് മറക്കാനാവാത്തൊരു ഇൻസിഡൻറ്റ് പറഞ്ഞാൽ, ഒരു സമയത്ത് ഒരു കുട്ടിക്ക് ഒരു ശ്വാസമുട്ടലുണ്ടായെന്ന് പറയുന്നു. ആ ശ്വാസം കിട്ടാത്തൊരവസ്ഥ. അങ്ങനെ ഷാമോനെ വിളിക്കുന്നു. അപ്പോൾ ഷാമോൻ പറഞ്ഞു ഇത്ര സമയം കൊണ്ട് എത്താൻ പറ്റുള്ളൂ. അപ്പോൾ അവർ പെട്ടെന്ന് പറഞ്ഞു ഓട്ടോയിൽ കൊണ്ടുപോകാമെന്ന് പറഞ്ഞു. അപ്പം ഷാമോൻ തന്നെ നിർബന്ധിച്ച് ഓട്ടോയിൽ കൊണ്ടുപോകും, ഞാൻ എത്രയും പെട്ടെന്ന് എത്താം. കാരണം ആ പറയുന്ന സ്ഥലത്ത് നിന്ന് ഹോസ്പിറ്റലിൽ എത്താൻ 10-12 കിലോമീറ്റർ ഉണ്ട്. അപ്പോൾ ശ്വാസമുട്ടലൊരു കുട്ടിയെ കൊണ്ട് ഓട്ടോയിൽ പോകുന്ന അത്ര പോസിബിൾ ആയിട്ടുള്ള കാര്യമില്ലല്ലോ, സ്വാഭാവികം. എന്നിട്ട് ഷാമോന് എത്തി ആ കുട്ടീനെ എന്താ പറയുക, പുള്ളി സ്ട്രക്ചർ എടുത്തിട്ട് പുറത്തെടുക്കാൻ പോയപ്പോഴും ഒരു അമ്മ ആ കുഞ്ഞിനെ കൊണ്ട് ഓടി വന്ന് പെട്ടെന്ന് തന്നെ അടി പതരാതെ വണ്ടി കയറ്റി എന്താ പറയുക 12 കിലോമീറ്റർ അപ്പുറത്തുള്ള ഒരു ഹോസ്പിറ്റലിൽ പുള്ളി 5 മിനിറ്റ് കൊണ്ട് എത്തിയാൽ പറഞ്ഞേ. ഇച്ചിരി തള്ളലല്ലേ, സ്റ്റോറിയൊക്കെ കൊള്ളാം, പക്ഷേ ഇച്ചിരി തള്ളി കയറ്റിയില്ലേ. 12 കിലോമീറ്റർ, അതും പുള്ളി ഒരു ഇടുക്കിക്കാരനാണ്. ഇടുക്കിയിൽ 12 കിലോമീറ്റർ അപ്പുറമുള്ള ഒരു ഹോസ്പിറ്റലിൽ ആംബുലൻസ് 5 മിനിറ്റ് കൊണ്ട് എത്തിയെന്ന് പറഞ്ഞാൽ വന്ദേ ഭാരത് പോലും എത്തില്ല. നമ്മളത് ചോദ്യം ചെയ്യുന്നില്ല. അത് ഇനിയിപ്പം എന്താ പറയുക, ഇപ്പം GCC പോയിട്ട് അവിടെ 140 കിലോമീറ്റർ ഓടിച്ചാൽ പോലും
5 മിനിറ്റ് കൊണ്ട് 12 കിലോമീറ്റർ ഒന്നും എത്തിപ്പെടില്ല. പിന്നെ ആ ഒരു കഥ പറയുന്ന ഫ്ലോയ്ക്ക് പറഞ്ഞതാണെന്ന് വിശ്വസിക്കുന്നു. ഇനി കഥയൊക്കെ നല്ലതായിരുന്നു. പുള്ളിയുടെ ജീവിതത്തിൽ നിന്ന് ഉൾക്കൊണ്ട ഒരു കഥയാണല്ലോ, അത് നമുക്ക് ആക്സെപ്റ്റ് ചെയ്യാം. ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ അല്ലേ. എന്നിട്ട് ആ കുട്ടീനെ രക്ഷിച്ച കഥയാണ് പറഞ്ഞത്. അപ്പം ആ ഹോസ്പിറ്റലിൽ ഡോക്ടർ പറഞ്ഞിട്ടുണ്ടായിരുന്നു കുറച്ചുകൂടെ വൈകിയായിരുന്നെങ്കിൽ ആ കുട്ടിക്ക് ജീവൻ തിരിച്ചെടുത്തില്ല. കാരണം കുട്ടി അത്രയ്ക്കും ശ്വാസമില്ലാത്തൊരവസ്ഥയിലോട്ട് പൊയ്ക്കൊണ്ടിരിക്കുന്ന സമയമായിരുന്നു. ഒരു ആംബുലൻസ് ഡ്രൈവറെ സംബന്ധിച്ചോളം ഒരാളുടെ ജീവൻ രക്ഷിച്ചു അല്ലെങ്കിൽ രക്ഷപ്പെട്ടു എന്ന് കേൾക്കുന്നത് തന്നെ നല്ലൊരു കാര്യവും മനസ്സിന് സന്തോഷം കുറുമയുള്ള ഒരു കാര്യമല്ലേ. കാരണം പുള്ളി ഏറ്റെടുത്തൊരു ദൗത്യം സക്സസ്ഫുള്ളായി എന്ന് കേൾക്കുന്നത് ഒരു നല്ല കാര്യമല്ലേ. എനിവേ ഷാമോൻ, കൺഗ്രാറ്റ്സ് മോനെ. അടുത്ത വന്നത് ജെറ്റിയാണേ. ജെറ്റിയുടെ പ്രൊഫഷൻ നേഴ്സാണ്. അപ്പോൾ ജെറ്റിക്ക് കിട്ടിയ ടോപ്പിക്കും നേഴ്സ് തന്നെയാണ്. പുള്ളിക്കാരത്തിൻ്റെ സ്റ്റോറി എനിക്ക് അങ്ങോട്ട് കൺവിൻസ് ആയതില്ല. അന്നേരം അവിടെ വെച്ച് ഉണ്ടാക്കിയൊരു സ്റ്റോറി പോലെ എനിക്ക് ഫീലായി. പിന്നെ ഏഷ്യാൻ്റെ അറിയാമല്ലോ, BGM ഒക്കെ ഇട്ട് തകർത്ത് നമ്മളോട് കരയിപ്പിക്കും. പക്ഷേ സ്റ്റോറി ഭയങ്കര ഫാബ്രിക്കേറ്റഡ് ഉള്ള സ്റ്റോറിയാണ്. അത് ഞാൻ പറഞ്ഞില്ല. അതായത് പുള്ളിക്കാരത്തി പറയണ പുള്ളിക്കാരത്തിക്ക് അമ്മയ്ക്ക് ഒരു ദിവസം അമ്മയ്ക്ക് ഭയങ്കര രോഗമായി കടുത്ത പനിയായിട്ട് നിൽക്കുന്ന സമയമാണ്. അപ്പോൾ പുള്ളിക്കാരത്തിക്ക് ഡ്യൂട്ടിക്ക് സമയമായി. അപ്പോൾ ഡ്യൂട്ടിക്ക് പോകണോ അമ്മയുടെ കൂടെ നിൽക്കണമെന്ന് പുള്ളിക്കാരത്തി വിചാരിച്ചപ്പോൾ പുള്ളി ഡ്യൂട്ടിക്ക് പോയി. കാരണം അവിടെ പോയി രോഗികളെ പരിചരിക്കുന്നതാണ് ഏറ്റവും വലിയ ധർമ്മമെന്നാണ് ഞാൻ വിശ്വസിച്ച് പോകുന്നത്. അത് ഇച്ചിരി ഫാബ്രിക്കേറ്റഡ് ആയിട്ട് നേഴ്സുമാരെ എല്ലാവരും ഒന്ന് പുകഴ്ത്താൻ വേണ്ടിയിട്ടുള്ള ഒരു സ്റ്റോറി ആയിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. പുള്ളിക്കാരത്തിൻ്റെ അമ്മയ്ക്ക് അങ്ങനെ ഉണ്ടെങ്കിൽ പുള്ളിക്കാരത്തിൻ്റെ അമ്മയ്ക്ക് വയ്യ, പുള്ളിക്കാരത്തിൻ്റെ കൂടെ അമ്മയുടെ കൂടെ നിൽക്കാൻ ആരുമില്ല ഇത്തരവസ്ഥ ആണെങ്കിൽ പുള്ളിക്കാരത്തി തന്നെ നിൽക്കുന്നുണ്ടെങ്കിൽ നമ്മളെന്ത് ചെയ്യുക? ഞാനാണെങ്കിൽ ഒരു മെഡിക്കൽ ലീവ് അപ്ലൈ ചെയ്യും, അല്ലെങ്കിൽ അന്നത്തെ ദിവസം ഒരു ഓഫ് എടുക്കും. ഓഫ് കിട്ടാത്ത സാഹചര്യത്തിൽ അത് വേറെ എന്തെങ്കിലും സംഭവം അറേഞ്ച് ചെയ്യും. ശരിയല്ലേ? പുള്ളിക്കാരത്തി ഇതൊന്നും അറേഞ്ച് ചെയ്യുന്നില്ല. പുള്ളിക്കാരത്തി പറഞ്ഞാൽ അങ്ങനെ അമ്മ ഞാൻ ഒറ്റയ്ക്കാക്കിയിട്ട് ഞാൻ എൻ്റെ രോഗികൾക്ക് വില കൽപ്പിച്ച് വന്നു. ഒരിക്കലും അതൊരു വിശ്വസനീയമായിട്ടുള്ളൊരു സ്റ്റോറിയല്ല. കാരണം ഇനി ഒരു ഡോക്ടറായാൽ പോലും അവിടെ ഒരു മെഡിക്കൽ ലീവ് എടുക്കും. അപ്പം നമ്മൾ സ്ഥിരം എടുത്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണ്, നമുക്കറിയാം. അതുകൊണ്ട് ഈ തള്ളൽ കേസ് കൊണ്ട് വരില്ല. ആ തള്ള കേട്ടപ്പോഴേ ഞാൻ വിചാരിച്ചു ഇന്ന് അവൾ പുറത്ത് പോകുന്നുള്ള കാര്യം. അതുപോലെ സംഭവിച്ചിട്ടുണ്ട്. അതൊക്കെ ഞാൻ പറയാം. അടുത്തത് രാകേഷാണ് വന്നത്. രാകേഷിന് കിട്ടിയത് ഫാമിലി അല്ലെങ്കിൽ കുടുംബം. ഓക്കെ, രാകേഷ് ഒരു പോളി മച്ചാനാണ് കേട്ടോ. മച്ചാന് കൊച്ചിക്കാരനാണ്, പാലാരുട്ടംകാരാണ്. പുള്ളി ഒരു പൊളി വൈബ് തന്നെ കേട്ടോ. പുള്ളി പറയുന്നത് പുള്ളിയുടെ ഫാമിലി മൊത്തം ജോളിയാണ്ടിരിക്കുന്ന ഒരു ഫാമിലിയാണ്. അപ്പം പുള്ളിക്ക് ഒരു പരിധി കഴിഞ്ഞപ്പം പുള്ളി പഠിക്കാൻ ഇച്ചിരി ഭയങ്കര ബുദ്ധിമാനായതുകൊണ്ടും പുള്ളി ആ കുടുംബത്തിലെ ഏറ്റവും ഇളയ മകനായതുകൊണ്ടും പുള്ളി 8ാം ക്ലാസ്സിലെ മറ്റോ മരപ്പണിക്ക് ഇറങ്ങിയാണ്. അതിൻ്റെ കൂടെ പുള്ളിക്ക് പാട്ട് പാടാനൊക്കെ കഴിവുണ്ടായിരുന്നു. അപ്പം വീട്ടിൽ നിന്ന് പറഞ്ഞു പാടാനുള്ള കഴിവ് ഒരിക്കലും കളയരുത്. അങ്ങനെ പുള്ളി എല്ലാം കൂടെ പരിശ്രമിച്ചു. എല്ലാത്തിൻ്റെ ഒരു മിക്സ്ഡ് ഫലമായിട്ട് പുള്ളി ഇപ്പോൾ ബിഗ് ബോസ് നിൽക്കുന്നു. അത് നല്ല സ്റ്റോറിയാണ്. പുള്ളി അത് എൻ്റർടൈൻമെൻറ്റായിട്ട് ഇത് തന്നെയാണ് പുള്ളി പറഞ്ഞത്. അത് നല്ലൊരു സ്റ്റോറി ആയിരുന്നു. അപ്പോൾ ഇതെല്ലാം പറഞ്ഞപ്പം വീട്ടിൽ നിന്ന് അത്രയും പ്രോത്സാഹനം കിട്ടിയപ്പം പുള്ളിയുടെ അമ്മയടുത്ത് പറഞ്ഞു, ഞാൻ ഒരു പൊന്മുട്ടയിടും താറാവാണെന്നല്ലേ വിചാരിക്കുന്നത്, പക്ഷേ എപ്പം മുട്ട ഇടുമെന്ന് മാത്രം അറിയത്തില്ല, ഇടുമ്പോൾ നമുക്ക് നോക്കാമെന്ന് പറഞ്ഞാണ് പുള്ളി എല്ലാത്തിനും ഇറങ്ങി പുറപ്പെട്ടിരിക്കുന്നത്. ഒരു പൊളി മറ്റം തന്നെ കേട്ടോ, നല്ല സ്റ്റോറിയാണ്. അപ്പോൾ ഇന്ന് ഈ 6 പേരുടെ സ്റ്റോറിയാണ് റിവീൽ ആയിരിക്കുന്നത്. റിവീൽ എന്ന് വെച്ചാൽ സ്റ്റോറി എന്ന് പറയാൻ പറ്റത്തില്ല, അവിടെ കാണിക്കുന്ന അവരുടെ ബയോഡേറ്റ നോക്കിയിട്ട് അവരുടെ ബയോഡേറ്റയ്ക്ക് മാച്ച് ആവുന്ന ഒരു ടോപ്പിക്കാണല്ലോ കൊടുക്കുന്നത്. പക്ഷെ സത്യത്തിൽ അങ്ങനെ കൊടുക്കാൻ പാടില്ല, അതിന് ഓപ്പോസിറ്റ് കൊടുക്കണം. എന്തെങ്കിലല്ല അവർ സംസാരിക്കുന്നുണ്ടോ സംസാരിക്കുന്നില്ലയോ എന്ന് നമുക്ക് പറയാൻ പറ്റത്തുള്ളൂ. ഇപ്പോൾ കുടുംബത്തെക്കുറിച്ച് കുറേ അറ്റാച്ച്മെൻ്റ് ഒരാൾ ബയോഡേറ്റയിൽ കുടുംബത്തെക്കുറിച്ച് എഴുതുന്ന സമയത്ത് പുള്ളിക്ക് അതുമായിട്ട് ബന്ധമില്ലാത്തൊരു ടോപ്പിക് കൊടുക്കുമ്പോഴേ പുള്ളി അതിനെക്കുറിച്ച് സംസാരിക്കുന്നുണ്ടോ നമുക്ക് പറയാൻ പറ്റുള്ളൂ. ഇല്ലെങ്കിൽ പുള്ളിക്ക് പരിചയമായിട്ടുള്ളൊരു സാധനം കൊടുത്തു കഴിഞ്ഞാൽ അത് ലോജിക്കില്ലെന്നാണ് എൻ്റെ വിശ്വാസം. എനിവേ ഈ 6 പേര് കഴിഞ്ഞപ്പോൾ അടുത്തതൊരു എലിമിനേഷൻ റൗണ്ടിലോട്ടാണ് പോയത്. എലിമിനേഷൻ റൗണ്ടിൽ കിടക്കുന്നതിന് മുന്നേ തന്നെ ഈ ഔട്ട് ഹൗസിൽ ഇരിക്കുന്ന എല്ലാവരെയും വിളിച്ചിട്ട് സ്റ്റേജിൽ നിർത്തിയിട്ട് എന്നിട്ട് പറഞ്ഞ് നിങ്ങൾ എന്തുകൊണ്ടാണ് ഇവിടെ നിൽക്കുന്നത്, ഡിസേർവ് ആവുന്നത്, അത് നിങ്ങൾ ജഡ്ജസിനോട് കൺവിൻസ് ചെയ്യിക്കണം പറഞ്ഞ് എല്ലാവരും അവരുടെ രീതിയിലുള്ള തള്ളൽ തുടങ്ങിയിട്ടുണ്ട്. തള്ളി മറിച്ചിടാൻ ജഡ്ജസിനെ കസേരത്ത് മറിച്ചിടുന്ന തള്ളലാൻ തുടങ്ങിയത്. അതിൽ വലിയ കാര്യമൊന്നുമില്ലാത്തതുകൊണ്ട് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. ഇനി നമുക്ക് അവരുടെ ജഡ്ജസ് മറ്റേ കയ്യിലൊരു പ്ലക്കാർഡ് വെച്ചിട്ടുണ്ട്. അതായത് കൺവിൻസ്ഡ്, നോട്ട് കൺവിൻസ്ഡ്. ഒരു സൈഡിൽ കൺവിൻസും ഒരു സൈഡിൽ നോട്ട് കൺവിൻസും. ഇവരുടെ സ്റ്റോറി എല്ലാവരുടെയും പറഞ്ഞു കഴിഞ്ഞിട്ട് ജഡ്ജസ് ഒരു അന്തിമ അഭിപ്രായം പറയും, ഇന്നാളിനെ കൺവിൻസ് ആയി, ഇന്നാളുടെ സ്റ്റോറി ഞാൻ കൺവിൻസ് ആയില്ല. അപ്പം അങ്ങനെയാണ് അതിന് ഇതിലൊരു പാർഷ്യാലിറ്റി ഉണ്ട്, അത് ഞാൻ പറയാം. പ്രവീണിൻ്റെ കേസ് വന്നു. ഫസ്റ്റ് പ്രവീണിനെ വിളിച്ച് പ്രവീണിൻ്റെത് കൺവിൻസ് ആയി. റിയാസ് പറഞ്ഞ് പ്രവീണിൽ എവിടേക്കോ എന്തൊക്കെയോ നന്മയുണ്ട്, അതുകൊണ്ട് പ്രവീണിന് കൺവിൻസ് ആയിട്ടുണ്ട്. അവിടെ പ്രവീൺ ഇന്നാണ്, ഇന്ന് എലിമിനേഷൻ ആയില്ല, ഇന്ന് ഇന്നാണ്, ഇന്ന് സേവ് ആണ്. അടുത്തത് ഷിജുവിനാണ് വിളിച്ച്. ഷിജുലാൽ പറഞ്ഞ് നിങ്ങളുടെ പെർഫോമൻസ്, ഇന്നത്തെ നിങ്ങളുടെ സംസാരം വളരെ വീക്കാണ്, ഞാൻ കൺവീൻസ് അല്ല, പക്ഷെ നിങ്ങളുടെ പെർഫോമൻസ് നല്ലതാണ്, അതുകൊണ്ട് ഇന്ന് എലിമിനേറ്റ് ആവുന്നില്ല, ഇന്ന് സേവ് ആണ്. എന്തോ പിന്നെ സോണി എലിമിനേറ്റ് ആയി. സോണി എലിമിനേറ്റ് ആവാൻ കാരണം പറഞ്ഞാൽ സോണി അത് തന്നെ പറഞ്ഞാൽ ഞാൻ ഏജ്ഡ് വുമണാണ്, ഏജ്ഡ് വുമണിന് സംസാരിക്കാൻ പ്ലാറ്റ്ഫോം ഇല്ല,
അങ്ങനെ ഞാൻ ഇവിടെ വന്നിട്ട് സംസാരിക്കും. പക്ഷേ അത് അവർ കൺവിൻസ് ആവുന്നില്ലെന്നാണ് പറയുന്നത്. നമുക്കത് കൺവിൻസ് ഒന്നും അല്ലായിരുന്നു. കാരണം ഒരു പ്ലാറ്റ്ഫോമിൽ നിൽക്കുമ്പോൾ അടിച്ചടിച്ച് തന്നെ നിൽക്കണം. അത് കാരണം നമുക്ക് സംസാരിക്കാൻ കുറച്ച് കഴിവുള്ളതായിരിക്കും, നമ്മളെ കുറച്ച് കൂടുതൽ സംസാരിക്കുന്ന ആളുണ്ടാവും. പക്ഷേ അവരെ അടിച്ചടിച്ച് നിന്നാലും മാത്രമേ മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. അത് തന്നെയാണ് ജഡ്ജസും പറഞ്ഞത്. സോണിനെ കൺവിൻസ് ആയിട്ടില്ല. കാരണം വിസിബിലിറ്റി എല്ലാവർക്കും കിട്ടുന്ന ഒരു മാറ്റർ അല്ലല്ലോ. ആ വിസിബിലിറ്റി കിട്ടുന്ന സമയത്ത് അത് യൂട്ടിലൈസ് ചെയ്യുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അത് സോണി ഇപ്പോൾ കുറച്ച് ദിവസങ്ങളായിട്ട് ഇപ്പോൾ വന്ന ഈ 5 എപ്പിസോഡിലും സോണിനെ വലുതായിട്ട് നമുക്കും കാണാനില്ലായിരുന്നു. ഒരു മനഃപൂർവ്വം കാണിക്കാത്തതാണ് പക്ഷേ ടാസ്കുകളൊന്നും വലുതായിട്ട് കാണാനില്ലായിരുന്നു. അതുകൊണ്ട് സോണി ഏവിക്കായിട്ടോ. അടുത്തത് അഭിറാമിൻ്റെ കേസാണ്. അഭിറാമിൻ്റെ കേസ് വന്നപ്പോൾ ഞാൻ കഴിഞ്ഞ എപ്പിസോഡിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അഭിറാമിൽ ഇവർക്ക് എന്തോ ഒരു ഹുക്കുണ്ട്. ഇല്ലെങ്കിൽ അഭിറാമിനെ കഴിഞ്ഞ എത്രയോ എപ്പിസോഡിൽ രണ്ടാമത്തെ എപ്പിസോഡ് മുതൽ ഇങ്ങോട്ട് അഭിറാമിൻ്റെ പല കോപ്രായങ്ങൾക്കും അന്ന് തന്നെ പറഞ്ഞു വിടേണ്ട കാര്യങ്ങളാണ്. അപ്പോൾ പുള്ളിയുടെ പേഴ്സണാലിറ്റിയെക്കുറിച്ചല്ല ഞാൻ പറയുന്നത്, ആ സ്റ്റേജിൽ നടക്കുന്ന അഗ്നിപരീക്ഷ എന്ന സ്റ്റേജിൽ നടക്കുന്ന ആ ഒരു പെർഫോമൻസിനെ കുറിച്ച് ഞാൻ പറഞ്ഞത്. അദ്ദേഹത്തെ എന്നോ പറഞ്ഞു വിടേണ്ട ഒരു ആളായിരുന്നു അഭിറാം. പക്ഷേ രഞ്ജിനി ഹരിദാസിന് എന്തോ ഒരു ഹുക്ക് പോയിന്റ് ഈ അഭിറാമായിട്ട് ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. അതെന്താണെന്ന് നമുക്കറിയത്തില്ല, നമുക്കതിൻ്റെ പോലെ പോകേണ്ട ആവശ്യമില്ല. എനിവേ, അഭിറാമിൻ്റെ കേസ് വന്നപ്പോൾ സംസാരം ഒന്നുമില്ല. രഞ്ജിനി ഹരിദാസ് നേരെ പ്ലക്കാർഡ് ഉയർത്തി കൺവിൻസ്ഡ്, തൊട്ട് പുറകെ അഖിൽമല ഉയർത്തി കൺവിൻസ്ഡ്. രണ്ടുപേരും കൺവിൻസ്ഡ്. എന്താണെന്ന് റീസണേ ഇല്ല. ഞാൻ ഒന്നുകൂടെ പറയുന്നത്, രണ്ടുപേരും കൺവിൻസ്ഡ് ഒന്ന് ഉയർത്തി. അതിനുശേഷം റിയാസ് നോൺ കൺവിൻസ്ഡ്. നിനക്ക് ചില സ്റ്റാൻഡുകളൊക്കെ ഉണ്ടെന്നറിയാം, ഭയങ്കര ഡിപ്ലോമാറ്റിക് ആയിട്ടുള്ള സംസാരം ഉണ്ടല്ലോ റിയാസിൻ്റെ. അത് ഈ കള്ളത്തരം ചെയ്യുന്ന ആൾക്കാർ കുറച്ച് ഡിപ്ലോമാറ്റിക് സംസാരിക്കും. അതുപോലെ നിനക്ക് കുറച്ച് സ്റ്റാൻഡുകളൊക്കെ ഉണ്ട്, പക്ഷേ നീ ഇവിടെ നിൽക്കാൻ യോഗ്യനല്ലെന്നാണ് എനിക്ക് തോന്നണത്. ഇപ്പോൾ എന്ത് ചെയ്യും, അതുകൊണ്ട് ഞാൻ നോട്ട് കൺവിൻസ്ഡ് എന്ന് പറഞ്ഞിട്ട് നോട്ട് കൺവിൻസ്ഡ്. നമ്മുടെ റൂൾ പ്രകാരം ജഡ്ജസ് കൺവിൻസ് ആയില്ലെങ്കിൽ എലിമിനേറ്റ് ചെയ്യണം. പക്ഷേ അവിടെ രഞ്ജിനി ഹരിദാസ് ഇടപെട്ടിട്ട് ചോദിച്ചു, ക്യാൻ ഐ സി യു മോർ? അപ്പോൾ അഭിരാം പറഞ്ഞു യെസ്. അപ്പോൾ തന്നെ റിയാസിൻ്റെ പ്ലേറ്റ് മാറ്റി കൺവിൻസ്ഡായി. മനസ്സിലായോ? അഭിറാമിനെ സേഫ് ആക്കി. അടുത്തത് സാബിറായിരുന്നു. സാബിറിനെ നോട്ട് കൺവിൻസ്ഡ് ആണ്. അത് 3 പേരും ഓരോ തരത്തിൽ നോട്ട് കൺവിൻസ് പറഞ്ഞയച്ച് വീട്ടിൽ വിട്ടേക്കാം. അടുത്തത് എൽദോയാണ് വന്നത്. എൽദോയ്ക്ക് റിയാസ് നോട്ട് കൺവിൻസ്ഡ് കൊടുത്തു. രഞ്ജിനിയും അഖിൽ മലറും കൺവിൻസ്ഡ് കൊടുത്തു. എന്നിട്ടൊരു ഡയലോഗ്, മെജോറിറ്റി കൺവിൻസ്ഡ് ആയതുകൊണ്ട് യു ആർ ഇൻ. ഓക്കെ, എങ്ങനെ മനസ്സിലായോ? മെജോറിറ്റി കൺവിൻസ്ഡ് ആയതുകൊണ്ട് യു ആർ ഇൻ. അപ്പോൾ 2 പേര് കൺവിൻസ്ഡ് ആയതുകൊണ്ട് യു ആർ ഇൻ എന്ന് പറഞ്ഞു. അഭിറാമിൻ്റെ കേസിലോ 2 പേര്. അടുത്തത് റിജോയാണ്. റിജോനെ നോട്ട് കൺവിൻസ്ഡ് ആണ്. റിജോയ്ക്ക് ബിഗ് ബോസ് ഹൗസിൽ ഒരു സ്പേസ് ഇല്ല എന്ന് തോന്നുന്നു, അതുകൊണ്ട് റിജോ എലിമിനേറ്റ് ആവുന്നു എന്ന് പറഞ്ഞിട്ടാണ് റിജോനെ പറഞ്ഞിട്ടത്. അടുത്ത ഷിഞ്ചിതാണ്. ഷിഞ്ചിത്തിൻ്റെ കേസ് വന്നപ്പം രഞ്ജിനി റിയാസ് ഒരു ഡ്രാമ നോട്ട് കൺവിൻസ്ഡ്. അഖിൽ മലർ അടുത്ത ഡ്രാമ. ഈ എത്തിക്സ് കൊണ്ട് മാത്രം നിങ്ങൾക്ക് ഇവിടെ നിൽക്കാൻ പറ്റുമോ? എത്തിക്സ് കൊണ്ട് മാത്രം നിൽക്കാൻ പറ്റുമെന്ന് വെച്ചപ്പോൾ ഷിഞ്ചിത്ത് തിരിച്ചു പറഞ്ഞു, അഖിലേട്ടൻ ബിഗ് ബോസ് കളിച്ചത് എത്തിക്സ് കൊണ്ട് മാത്രമല്ലേ, അതേപോലെ ഞാൻ എത്തിക്സ് കൊണ്ട് മാത്രം നിൽക്കുന്നത്. അപ്പോൾ തന്നെ അഖിൽ കൺവിൻസ്ഡ്. അഖിൽ 2 കൂട്ടിയപ്പോൾ അഖിൽ കൺവിൻസ്ഡ്. അപ്പോൾ എന്നിട്ട് പറയാണ് ഷിഞ്ചിത്ത് യു ആർ ഇൻ. അതെങ്ങനെ പറയാൻ പറ്റും? കുറച്ച് മുന്നേ എൽദോയുടെ കേസിൽ റിയാസ് പറഞ്ഞത് മെജോറിറ്റി കൺവിൻസ്ഡ് ആയതുകൊണ്ട് മാത്രമാണ് യു ആർ ഇൻ, ഐ ആം ആൾസോ കൺവിൻസ്ഡ്. അപ്പോൾ ഇവിടെ മെജോറിറ്റി നോട്ട് കൺവിൻസ്ഡ് ആണ്, പക്ഷേ ഷിഞ്ചിത്ത് ഇന്നായി. അപ്പോൾ എവരുടെ ഡബിൾ സ്റ്റാൻഡ് എവിടെ പോയി? അപ്പോൾ എവർക്ക് എവിടെ എത്തിക്സ്? എന്തിൻ്റെ ബേസിലാണ് ഇവർ ഇന്നും ഔട്ടും ആക്കുന്നതിൽ? അതായത് അവർക്ക് വേണ്ടത് കുറച്ച് ആൾക്കാരുണ്ട്, ആ ആൾക്കാരെ എടുത്ത് കളയുക. അവർക്ക് വേണ്ടുന്ന കുറച്ച് ആൾക്കാരെ അവിടെ നിലനിർത്തുക. ആ കളയാൻ വേണ്ടിയിട്ട് അവരെന്ത് പണിയും കാണിക്കും. പിന്നെ സോനയാണ് വന്നത്. സോനയെ അടുത്ത് പറഞ്ഞ് നിങ്ങൾക്ക് നല്ലൊരു സ്പിരിറ്റ് കാണുന്നുണ്ട്, അതുകൊണ്ട് യു ആർ സേവ്ഡ്. അതിനുശേഷം ജെറ്റിയാണ്. ജെറ്റിനെ ഞാൻ നേരത്തെ പറഞ്ഞാൽ തൂക്കിയെടുത്ത് കൈ തെളിഞ്ഞിട്ടുണ്ട്. ജെറ്റി എലിവേറ്റ് ആക്കിയിട്ടുണ്ട്. അങ്ങനെ ബാക്കിയുള്ളത് 24 കണ്ടസ്റ്റൻസ് ആണ്. 24 കണ്ടസ്റ്റൻ്റ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്. അപ്പോൾ ഒന്നുകൂടെ പറയാം, ഇന്ന് എലിമിനേറ്റ് ആയിരിക്കുന്നത് 4 പേരാണ്. സോണി, റിജോ, സാബിറ, ജെറ്റി. ഇവർ 4 പേരാണ് ഇന്ന് എലിമിനേറ്റ് ആയിരിക്കുന്നത്. അങ്ങനെ 24 കണ്ടസ്റ്റൻസുമായിട്ട് ഇന്നത്തെ എപ്പിസോഡ് അവസാനിച്ചിരിക്കുകയാണ്. ഇന്നത്തെ എപ്പിസോഡ് വലിയ കാര്യമായിട്ടൊന്നും ഇല്ലായിരുന്നു. ചുമ്മാ മാസ്ക് ഓഫ് എന്ന് പറഞ്ഞിട്ട് ഒരു ടാസ്ക്, അതെന്തൊക്കെയോ അവർ വന്ന് പറയുന്നു. കുറേ പേര് തള്ളുന്നു, കുറേ പേര് റിയൽ സ്റ്റോറി പറയുന്നു, കുറേ പേര് സ്റ്റോറി നമുക്ക് കൺവിൻസ് ആവുന്നു. അങ്ങനെ ആ എപ്പിസോഡ് അവിടെ തീർന്നു. ഇന്നത്തെ എപ്പിസോഡിൽ 4 പേര് അവർക്ക് വേണ്ടാത്ത 4 പേരെ കളയണമെന്ന ഒരു ദൃഢനിശ്ചയം ഉണ്ടായിരുന്നു. അവരെ കളഞ്ഞു. ഇത്ര മാത്രമേ ഉള്ളൂ, വേറൊന്നുമില്ല.